ഞാനൊരു ആക്ടറാണ്, ഞാനൊരു മെറ്റീരിയലാണ്, എന്നെ എങ്ങനെ വേണോ ആർക്കും യൂസ് ചെയ്യാം. അപ്പോൾ സിനിമയിലൂടെ പല ജീവിതങ്ങളും പല കഥകളും പല ചരിത്രങ്ങളും പറയുന്നതിൽ എന്താണ് തെറ്റ്? എൻ്റെ ഹീറോ ആയിട്ടുള്ള ഫസ്റ്റ് തമിഴ് മൂവി ഈ വർഷം ഷൂട്ട് തുടങ്ങി. ആദിവാസി എന്ന് പറയുന്ന നമ്മുടെ അട്ടപ്പാടിയിൽ മരിച്ചുപോയ മധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി അല്ല, ആ ഒരു ഡ്രാഫ്റ്റ് വെച്ചിട്ടുള്ളൊരു സിനിമ ഞാൻ. അപ്പം അതുകൊണ്ട് അപ്പോഴൊക്കെ നമുക്ക് ദൈവമേ സിനിമ അല്ല, അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നല്ലോ നമ്മൾ. ചരിത്രം പഠിക്കുകയും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും വേണം. അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എന്താണ്? പുതിയത് ലാസ്റ്റ് തിയേറ്ററിലെത്തിയത് അലങ്കെന്നൊരു തമിഴ് പടമാണ് ലാസ്റ്റ് എത്തിയ സിനിമ. അപ്പോൾ അത് ഓൾറെഡി തിയേറ്ററിലെത്തി ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ OTTയിൽ ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട് പടം. കരിയറിന്റെ ഒരു തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. അങ്കമാലി ഡയറീസ് സിനിമയിലൂടെയാണ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. കുറച്ചും കൂടെ അല്ല, അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുത്തിരുന്നു? ആ സിനിമ, ആ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഇല്ല, അങ്ങനെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ലിജോ ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ താടിയും മുടിയൊന്നും വെട്ടരുത്. പിന്നെ എനിക്കങ്ങനെ അങ്കമാലി സ്ലാങ് സംസാരിക്കണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ലായിരുന്നു അതിൽ. കാര്യം ഞാനൊരു ട്രിവാൻഡ്രംകാരനായിട്ടും പരമാവധി അങ്കമാലി സ്ലാങ് സംസാരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്കമാലി എന്താണെന്നും അവിടുത്തെ ആൾക്കാർ എന്താണെന്നും അവിടുത്തെ സംസ്കാരം എന്താണെന്നൊക്കെ ഉള്ള ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊരു പ്രിപ്പറേഷനായിട്ടൊന്നുമല്ല, ഒരു ശ്രമം നടത്തി. ശ്രമം, യെസ് അറിയാതെയുള്ള ശ്രമമാണ്. ഹാപ്പി ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു ആക്ടറൊപ്പം നമുക്കൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതിനപ്പുറം ലാൽജു സാറിൻ്റെ പടമല്ലേ, ലാലേട്ടൻ ലാൽജു സാർ കൂട്ടുകെട്ടിൽ ആശീർവാദിൻ്റെ പ്രൊഡക്ഷനിലെ പടമല്ലേ, എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം. അപ്പോൾ അതിനി എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ ഓർമ്മയിൽ എപ്പോഴും പറയുന്ന എടുത്തു വയ്ക്കപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അങ്ങനെ അങ്ങനെ ഉപദേശമൊന്നുമല്ല, പക്ഷേ നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ടും അദ്ദേഹത്തിനോടുള്ള ആരാധന ഉള്ളത് കൊണ്ടും നമ്മളെപ്പോഴും അദ്ദേഹത്തിനെ നോക്കി ഇരിക്കാറുണ്ട് ലൊക്കേഷനിൽ. ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ സുഹൃത്തുക്കളും ലാൽ സാർ നടക്കുന്നു, ലാൽ സാർ നോക്കണം, ലാൽ സാർ അങ്ങനെയൊക്കെ. അതെ, അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. തമിഴ് ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ തിയേറ്റർ റിലീസായ പടം അലങ്ക് എന്ന് പറയുന്നൊരു തമിഴ് പടമാണ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ മൃഗമായി മാറി, പിന്നെ തഗ്സ്, അങ്ങനെ റെജീന, അങ്ങനെ കുറേ തമിഴ് പടങ്ങൾ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ വർഷമായിട്ട് കുറേ തമിഴ് പടങ്ങൾ എത്തി. അടുത്ത് ചെയ്യാനിരിക്കുന്ന തമിഴ് സിനിമ ഞാൻ നായകനായിട്ടുള്ള തമിഴ് പടമാണ്. എൻ്റെ സിനിമ ഞാൻ വെബ് സീരീസിൽ നായകനായിട്ടുണ്ട്, അറിയാലോ, ഓട്ടോ ശങ്കറിൽ നായകനാണ് ഞാൻ. എൻ്റെ ഹീറോ ആയിട്ടുള്ള ഫസ്റ്റ് തമിഴ് മൂവി ഈ വർഷം ഷൂട്ട് തുടങ്ങി. ഡയറക്ടർ പേര് പൊൻതമിർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെയും അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് കഴിഞ്ഞ കൊല്ലം ചെയ്യേണ്ട പടമായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ കൊല്ലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇനി ചെയ്യാനിരിക്കുന്ന തമിഴ് മൂവി. മലയാളം ഒരു സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വലിയൊരു പടം ഷൂട്ട് കഴിഞ്ഞ് വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വലിയ അപ്ഡേഷൻസ് ഒന്നും പറയാറായിട്ടില്ല, എന്നാലും വളരെ പെട്ടെന്ന് എൻ്റെ അപ്ഡേഷൻസിലേക്ക് എത്തും. ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ജനങ്ങൾ എത്രത്തോളം അത് സ്വീകരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം അത് ഞാൻ നടനെ എനിക്കത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയുള്ള, അല്ല അങ്ങനെയല്ല, നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളാണല്ലോ നമ്മളെ വളർത്തുന്നത്, നമ്മളുടെ ഇതല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തിനോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ടോ അത്രത്തോളം നമ്മളെന്ന നടനും വളരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന ഈ മലയാള സിനിമ എന്നിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ്, അത് തിയേറ്ററിൽ എത്താനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അനദർ അപ്ഡേഷൻസ് ഒന്നും ആയിട്ടില്ല. ഈ തുടക്കകാലത്ത് റിജക്ഷൻസും വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി. അതെല്ലായ്പ്പോഴും വിമർശനങ്ങളും ഇതെല്ലാം എല്ലായ്പ്പോഴും ഉണ്ടാവുന്നല്ലോ, ഈ തുടക്ക കാലഘട്ടം മാത്രമല്ല. വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? ഈ
സിനിമയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമം അത് ഭയങ്കര ഒരു കഷ്ടപ്പാട് നിറഞ്ഞൊരു അതെ അതെ ഏതൊരു ആർട്ടിസ്റ്റിനെ പോലെ അതാണ് ഉദ്ദേശിച്ചത്. സിനിമയിൽ വന്നതിന് ശേഷമുള്ള വിമർശനങ്ങളല്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള വിമർശനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ ബേസിക്കലി ഒരു നാടക പ്രവർത്തകനാണ്, നാടക വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതൽ ഞാൻ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏകദേശം ഒരു വളരെ കുഞ്ഞുനാൾ മുതൽ ഐ മീൻ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിനയം എന്ന് പറയുന്ന കല എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു ഒരു വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ സിനിമാ നടനാവാനായിട്ട് അഭിനയിക്കാൻ ഇറങ്ങിയ ഒരാളല്ല ഞാൻ. അതാണ് അവിടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഒരിക്കലും ഞാൻ ഇന്ന സിനിമാ നടനാവാം. കാരണം എനിക്കങ്ങനെ സിനിമാ പാരമ്പര്യമുള്ള ആരും എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലായിരുന്നു. എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ചുറ്റുപാടുകളിലൊന്നും അങ്ങനെയുള്ള സിനിമയിലേക്ക് എത്തുക അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്താനായിട്ടൊന്നും അങ്ങനെയാണ്. ഞാനെന്ന കലാകാരനെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതും പ്രോത്സാഹിപ്പിച്ചൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയാണ്. എൻ്റെ അമ്മാമ്മ ആണ് എന്നെ സ്കൂളിലൊക്കെ മോണോ ആക്ടിനും ഫാൻസി ഡ്രസ്സിനും മിമിക്രിക്കൊക്കെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഗുരുനാഥൻ, എൻ്റെ തുടക്ക സമയത്തുള്ള എൻ്റെ ഗുരുനാഥൻ എന്നെ നാടകത്തിൽ ആദ്യം കൊണ്ടു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരിലും സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് ദൂരമുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെ 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 ഇപ്പം ഞാനിപ്പം എനിക്ക് ശരിയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഓഡീഷൻസൊന്നും ഞാൻ പോയിട്ടില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷേ ഞാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ ഇവിടെ ഈ സമയത്തും ഞാൻ ആക്ടർ തന്നെയായിരുന്നു. നാടകങ്ങളിൽ വളരെ സജീവമായിട്ട് നാടകങ്ങൾ ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു അഭിനേതാവെന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു അന്ന്. സിനിമയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഭാഗ്യം. അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ മുഖ്യധാര ഈ മെയിൻ സ്ട്രീം സിനിമകളിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ IFFK ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് ഫിലിം അതെ തീർച്ചയായും വരാറുണ്ട്. അവരുടെ സിനിമ പലരും കളിയാക്കാറുണ്ട്, ഉറക്കം തൂങ്ങി പടങ്ങളാണെന്നൊക്കെ. ഈ അടുത്ത് ഒരു സിനിമ കണ്ടിരുന്നു, മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ ഒരു പരീക്ഷണ ചിത്രമാണ്. അഭിലാഷ് അഭിനാട്. അതെ അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ചെയ്യും, ഉറപ്പായും 100% ചെയ്യും. എനിക്ക് അങ്ങനെ സിനിമയിൽ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള സിനിമകളെ ചെയ്യുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ വെച്ചാൽ ഞാനൊരു ആക്ടറാണ്, ഞാനൊരു മെറ്റീരിയലാണ്. എന്നെ എങ്ങനെ വേണോ ആർക്കും യൂസ് ചെയ്യാം. ഉറപ്പായിട്ടും 100% ഞാൻ അങ്ങനെ ചെയ്യും. എനിക്ക് വലിയ ആഗ്രഹമാണ്. IFFK പോലെയുള്ള ഫെസ്റ്റിവലുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാനൊരു സിനിമ ചെയ്തു, ആദിവാസി എന്ന് പറയുന്ന നമ്മുടെ അട്ടപ്പാടിയിൽ മരിച്ചുപോയ മധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി അല്ല, ആ ഒരു ഡ്രാഫ്റ്റ് വെച്ചിട്ടുള്ളൊരു സിനിമ ഞാൻ ചെയ്തു. പക്ഷേ അത് ഒരുപാട് ഫെസ്റ്റിവൽസിന് പോയി. രാജസ്ഥാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഞാനായിരുന്നു മികച്ച നടൻ. അവിടുത്തെ ഗവൺമെൻറ് എനിക്കായിരുന്നു കഴിഞ്ഞ വർഷം രാജസ്ഥാൻ മികച്ച നടൻ ഞാനായിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെയധികം ആസ് എ ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് രാജസ്ഥാൻ ഫിലിം ഫെസ്റ്റിവൽ ഞാനായിരുന്നു മികച്ച നടൻ. അപ്പം അത് മുടുക ഭാഷയിലാണ് സിനിമ ചെയ്തത്, മലയാള ഭാഷയല്ല, മുടുക ഭാഷ, ട്രൈബൽ ലാംഗ്വേജാണത്. അപ്പം ഞാൻ അതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും വരുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വരും. എല്ലാവരും പറയാറുണ്ട് ഈ വില്ലൻ വേഷങ്ങൾ ഇവർ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവർ കാണാത്ത കുറേ സിനിമകളുണ്ടല്ലോ. ഇവർ കാണുന്ന സിനിമകൾ ഇതാണ്, ഈ തിയേറ്ററിൽ വരുന്ന സിനിമകളാണ്. ഞാൻ അല്ലാതെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ സിനിമകൾ ഇപ്പം തന്നെ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനെ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവസരം ചോദിക്കുമ്പോഴും പിന്നെ എൻ്റെ പുതിയ സുഹൃത്തുക്കൾ സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് നല്ലൊരു ഫെസ്റ്റിവൽ മൂവി ചെയ്യാം, അതിനുശേഷം നമുക്ക് കുറച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ എല്ലാ സിനിമകളും നമ്മളൊരു നടന്ന സ്ഥിതിക്ക് ഇന്നതേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. എല്ലാം ചെയ്യണം. നമുക്ക് പറ്റുന്നത് എന്താണോ എല്ലാ കഥാപാത്രങ്ങളിലും നമ്മൾ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഈ പുതുതായിട്ട് അഭിനയ രംഗത്ത് കടന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഉപദേശമോ? അയ്യോ അല്ല, അങ്ങനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളൊന്നുമല്ല, അത്രയൊന്നും ഞാൻ വളർന്നിട്ടുമില്ല. കാര്യം ഞാനും ഒരു തുടക്കക്കാരൻ തന്നെയാണ്. കഴിഞ്ഞൊരു 8 കൊല്ലമായിട്ട് ഞാൻ സിനിമയിലെത്തിയിട്ട്.
അതിന് 100 കണക്കിന് സിനിമയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ, വളരെ ചുരുക്കം 10-25 സിനിമകൾ, അത്ര സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ എല്ലാ കഥാപാത്രങ്ങളും ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പം വളരെ ചുരുക്കം കഥാപാത്രങ്ങൾക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉപദേശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊന്നും ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. അവരവരുടെ ക്രാഫ്റ്റ്, അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നല്ല ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിന് നല്ലതുപോലെ യൂസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എളുപ്പമാണ്. അപ്പം ആർക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ട്. തെറ്റായ ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇന്ന വിഭാഗം ആൾക്കാർക്ക് മാത്രമേ, ഇന്ന സ്ട്രീമിലുള്ളവർക്ക് ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. മുമ്പ് ഭയങ്കര പാടായിരുന്നല്ലോ. പാട് മീൻസ് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഫോട്ടോ അയച്ച്, കത്തയച്ച്, അതിൻ്റെ പുറകെ നടന്ന്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം എനിക്കൊരു പെർഫോമൻസ്, എൻ്റെ കയ്യിലൊരു പെർഫോമൻസ് ഐറ്റം ഉണ്ടെങ്കിൽ എനിക്കതൊരു എൻ്റെ പ്ലാറ്റ്ഫോംസ് തന്നെ ഒത്തിരി കാണുമല്ലോ. നമുക്കത് പെർഫോം ചെയ്ത് നമുക്കെല്ലാ ഡയറക്ടേഴ്സിന് അയക്കാം, അല്ലെങ്കിൽ അവർക്കത് കാണാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അവർ പോലും അറിയാത്ത ഒത്തിരി കഴിവുകളുണ്ട്. ആ കഴിവുകളെ മുമ്പിലോട്ട് കൊണ്ടുവരിക, അതിനെ നല്ല രീതിക്ക് അത് കറക്റ്റ് റൂട്ടിലൂടെ ഉപയോഗിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ എന്നതിനപ്പുറത്തേക്ക് നമുക്കിതിനോടൊരു സ്നേഹവും ഇതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നണം. എന്നാലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ പുറകെ വരുന്നതാണ്. ഇപ്പം ഭയങ്കര സ്റ്റാർഡവും അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രേഷൻ ലൈഫൊന്നും ആഗ്രഹിച്ച് വരണ്ടെന്നല്ല. പക്ഷെ ഞാൻ അങ്ങനെ വന്ന ആളല്ല. ജീവിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ്. അപ്പം അതുകൊണ്ട് അപ്പോഴൊക്കെ നമുക്ക് ദൈവമേ സിനിമ അല്ല, അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നല്ലോ നമ്മൾ. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി നല്ല സൗഭാഗ്യത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എല്ലാ നല്ല സൗഭാഗ്യങ്ങളും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ അഭിനയം എന്ന് പറയുന്ന കലയെ സ്നേഹിച്ചത് കൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ അതിന് അത്രയും ആത്മാർത്ഥമായി നമ്മൾ അതിനെ അടുത്തറിഞ്ഞത് കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ നിൽക്കുന്നതിൽ ഒരു ഭംഗി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അവസാനം വരില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തോറ്റു പോയാൽ കൂടി നമ്മളത് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. ഇനി നമ്മൾ എത്തേണ്ടടുത്ത് എത്തും എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു സ്പേസിൽ എത്തുമ്പോൾ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ, വന്ന വഴികൾ മറക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയോ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു സമാധാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ചും കൂടി അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദനിപ്പിക്കാതെ ജീവിക്കുക. അവർ ചെയ്യുന്ന തൊഴിൽ ഏത് തന്നെ ആയാലും, ഇപ്പോൾ കല തന്നെ ആവണമെന്നില്ല, എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. അതിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഏതെങ്കിലും അഭിനേതാവ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എല്ലാം പിന്നെ ഒത്തിരി ആക്ടേഴ്സ് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നല്ല. ഒത്തിരി ആക്ടേഴ്സ് ഇൻസ്പയർ ആണ്. മലയാളത്തിലും അതർ ലാംഗ്വേജിലൊക്കെ ഒത്തിരി ആക്ടേഴ്സ് നമ്മളെ ഇൻസ്പയർ ആയിട്ടുണ്ട്. പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇൻസ്പയർ ആയിട്ടുണ്ട്. എല്ലാവരുടെയും കഥകൾ നമ്മൾ വായിക്കാറുണ്ട്, എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ നമ്മളേതും ജീവിതം ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. നമ്മൾ അനുഭവിച്ചതോ നമ്മൾ സിനിമയിലേക്ക് വരാനെടുത്ത സ്ട്രഗിളിംഗ് ഒന്നും അല്ലാന്ന് തോന്നിപ്പോവും. ഇന്ന് അത് ഉദാഹരണം തന്നെ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന എല്ലാം ഇന്ന് കാണുന്ന വലിയ എല്ലാ താരങ്ങളും പണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരല്ലേ. അപ്പം അത് കാണാറുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. എമ്പുരാൻ കണ്ടു, 2 തവണ കണ്ടു. ഇല്ല, കട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 തവണ കണ്ടു. അതെ. വിവാദം ഞാൻ അതിനെക്കുറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. എന്നാലും ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ പറ്റുമോ? അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഞാൻ പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ഒരാളുടെ അവകാശം, അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ അവകാശവും. ആ ക്രിയേറ്റിവിറ്റി അതിനെ ഒരു ആർട്ടായിട്ട് കാണുക
എന്നുള്ളതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മറ്റെല്ലാം തന്നെ മറ്റൊന്നിൻ്റെ ഇനി ആവശ്യമില്ല. അതൊരു സിനിമയായിട്ട് കണ്ടാൽ പോരെ, അതല്ലേ നല്ലത്. ഇന്ത്യയിൽ മാത്രമേ ഈ സെൻസർ ബോർഡ് ഇത്രയധികം ഞാൻ പറ്റേ നമ്മൾ സിനിമ വരുന്നതിന് മുമ്പ് നമ്മൾ നാടകത്തിലൂടെ പറയേണ്ട പല കാര്യങ്ങളും നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? ഒരുപക്ഷെ ഒരു ജനത മുഴുവൻ ഒരു നാടകം വരാൻ വേണ്ടി കാത്തിരുന്ന കാലഘട്ടം വരെ ഉണ്ട്. നാടകത്തിലൂടെ പലതരത്തിലുള്ള പല ജീവിതങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് സിനിമ വന്നത്. അപ്പോൾ സിനിമയിലൂടെ പല ജീവിതങ്ങളും പല കഥകളും പല ചരിത്രങ്ങളും പറയുന്നതിൽ എന്താണ് തെറ്റ്? ചരിത്രത്തിന് ചരിത്രമായിട്ട് തന്നെ കണ്ടാൽ പോരെ, അതിന് ഇനി കീറി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ എവിടെയും പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എല്ലാവർക്കും ഈ ഭൂമി ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഇവിടെ പറയാനുള്ള അവകാശമുണ്ട്. അതാരെയും വേദനിപ്പിക്കാതെ ആരെയും ദ്രോഹിക്കാതെ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറയണം. ഇനി ഞാൻ പറയട്ടെ, ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് എന്ന് പറയാനാ? നമ്മൾ ഒരു വാക്ക് പോലും മിണ്ടാതെ പറയാതെ ഈ മണ്ണ് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മളിവിടെ വന്നത്? ആരെങ്കിലൊക്കെ പറയണ്ടേ? നമ്മൾ പറയുമ്പോൾ നമുക്കെതിരെ കല്ലേറുണ്ടാവും, കൂകൽ വിളി ഉണ്ടാവും, തെറിവിളികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊന്നും മാറാൻ പോണില്ല. അതൊന്നും മാറാൻ പോണില്ല. സ്വയം മനസ്സിലാക്കുക, നമ്മളെന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇനിയുള്ള തലമുറകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇനിയുള്ള ഭാവിയിലോട്ട്. ഞാനും ഈ തലമുറയിൽപ്പെട്ട ആളാണ്. എനിക്ക് 2 മക്കളാണ്. ഇനിയുള്ള തലമുറകൾ ചരിത്രം പഠിക്കുകയും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും വേണം. നല്ല രീതിക്കുള്ള വഴി അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പം എൻ്റെ മോനും ഇപ്പോഴേ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് 6 വയസ്സായിട്ടുള്ളൂ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഞങ്ങൾ പല യാത്രകളിൽ പോകുമ്പോഴും എൻ്റെ ഫോൺ എടുത്ത് ഹലോ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാറുണ്ട്. അവർ കാണുന്നത് ഇതാണ്. അവർ ആ വീഡിയോയിലൂടെ അവർ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അത് തെറ്റല്ല. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നേരായ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും വേദനിപ്പിച്ചിട്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അത് പറയുക തന്നെ വേണം. അത് പറയാത്തോളം കാലം അവൻ്റെ കൈയും കാലും ബലം കിട്ട് കിടന്നു വേണം, അല്ലെങ്കിൽ മിണ്ടരുത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.